ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും 100% യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്ന സമയം മുതലേ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിച്ച കാര്യമാണ്, സിബിൽ ചെക്ക് ചെയ്യാതെ അല്ലെങ്കിൽ സിബിൽ നോക്കാതെ ലോൺ കൊടുക്കുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ടോ, RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻസ് ഉണ്ടോ, അതുപോലെ തന്നെ സാലറി ഇല്ലാത്ത ആപ്ലിക്കേഷൻസ് ഉണ്ടോ. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിക്കും. ഒരു 100% ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ സിബിൽ വേണ്ടാത്ത ആപ്ലിക്കേഷൻസ് കാണും, പക്ഷേ അവർ വേറെ ഏതെങ്കിലും ക്രൈറ്റീരിയ വേണമെന്ന് പറയും. ചിലപ്പോൾ സാലറി ഉള്ളവർക്ക് കൊടുക്കും, അവർക്ക് സിബിൽ വേണ്ട, അല്ല സിബിൽ ഉള്ളവർക്ക് കൊടുക്കും, അവിടെ ഇൻകം പ്രൂഫും കാര്യങ്ങളൊന്നും വേണ്ട. അങ്ങനെ പല തരത്തിലുള്ള ലീഗൽ ആപ്ലിക്കേഷൻസും നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളോട് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സെക്കൻഡറി ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഈ ഒരു ചാനൽ വഴി നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത്, ഒരു വലിയ ചീറ്റിങ്ങിൽ ഞാൻ അകപ്പെട്ടു, അതിൻ്റെ കാരണങ്ങൾ, മറ്റ് ഡീറ്റെയിൽസ് എല്ലാം, അതിൻ്റെ പോലീസ് FIR കാര്യങ്ങളെല്ലാം ഞാൻ ആ ഒരു ചാനലിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ആ ഒരു ചാനലും കൂടെ നിങ്ങൾ നോക്കുക, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയതും ഇനി ഒരാളും പറ്റിക്കപ്പെടരുതെന്ന ഒരു മനസ്സിലൊരു ഒരു ദൃഢപ്രതിജ്ഞ എടുത്തതും അതുകൊണ്ട് തന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും, എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ട് എനിക്ക് നമ്മുടെ ഫേക്ക് ലോൺ ആപ്പിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്കത് ഇൻസ്പിറേഷനായി, അപ്പോൾ എനിക്ക് പേടിയില്ല, അല്ലെങ്കിൽ നമുക്കത് മൈൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അത് നമുക്ക് മൈൻഡ് ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെ ഒരുപാട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ ഇത്രയെങ്കിലും എത്താൻ സാധിച്ചത്. അതിൽ നിങ്ങളെല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതായത് RBI അപ്രൂവ്ഡ് NBFC അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ സിബിൽ വേണ്ട, വേറെ കുറച്ച് ക്രൈറ്റീരിയാസ് മാത്രം മതി, അങ്ങനെയുള്ളവർക്ക് നമ്മൾ പേഴ്സണൽ ലോൺ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും എവിടെയെല്ലാം കൊടുക്കുമെന്നുള്ള പിൻകോഡും എല്ലാം നമ്മളിതിൽ പറയും. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക, മീൻസ് ഒരു പകുതി അല്ലെങ്കിൽ മുക്കാൽ ഭാഗം കണ്ടിട്ട് നിങ്ങൾ പൊക്കളയരുത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇതൊരു കിഡിലം RBI അപ്രൂവ്ഡ് NBFC ആണ്. 21 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ളവർക്ക് ഒരു ലോൺ കൊടുക്കുന്നതാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം, ഇതിൽ സാലറി ഉള്ളവർക്ക് മാത്രമേ അവർ ലോൺ കൊടുക്കുകയുള്ളൂ. ദയവായി നമ്മുടെ സാലറി ഇല്ലാത്ത, അപ്പോൾ ഈ സെൽഫ് എംപ്ലോയീസ്, ഫ്രീലാൻസേഴ്സ്, അങ്ങനെയുള്ള നമ്മുടെ പ്രിയ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഇത് വാച്ച് ചെയ്യരുത്, അവർക്ക് കിട്ടില്ല. അപ്പോൾ ഇത് സാലറി ഉള്ളവർക്ക് മാത്രമേ അവർ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 25,000, 30,000, 40,000, 50,000 സാലറിയുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട്. ഇവർക്ക് ആർക്കും സിബിൽ വളരെ ഡൗൺ ആണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 100% ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ നിങ്ങളുടെ ഇൻകം വേണ്ടത് 25,000 രൂപയാണ് മാസത്തിൽ. കാരണം ഒരു കാര്യം അല്ലെങ്കിൽ ഒരു മാനദണ്ഡം അല്ലെങ്കിൽ ഒരു എലിജിബിലിറ്റി ഇത്രയും കുറവ് ചെയ്യണമെങ്കിൽ അവർ വേറെ ഏതെങ്കിലും ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൂട്ടി കാണിക്കും. അതുകൊണ്ടാണ് സിബിൽ ഇല്ലാതെയും അവർ ലോൺ കൊടുക്കും. ഇത് ഞാൻ പറയുന്നതല്ല, അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ 25,000 രൂപ നെറ്റ് സാലറി ഉള്ളവർക്ക്, സാലറി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബാങ്ക് വഴി സാലറി ഉള്ളവർ, അല്ലാതെ നമുക്ക് ചെക്കിലും ക്യാഷായിട്ടൊക്കെ സാലറി കിട്ടും, അങ്ങനെയുള്ളവർക്കൊന്നും അല്ല കൊടുക്കുന്നത്. ഡയറക്റ്റ് നിങ്ങളുടെ കമ്പനി അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന ഫുൾ ടൈം എംപ്ലോയീസിനാണ് ഇവർ കൊടുക്കുന്നത്. ഇനി ഡോക്യുമെൻറ്റ്സ് വേണ്ടത് വളരെയധികം ഡോക്യുമെൻറ്റ്സ് ഒന്നും വേണ്ട. നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഒരു 6 മാസത്തെ, ഈ 6 മാസത്തെ ഡീറ്റെയിൽസിൽ നിങ്ങളെ ആ ഒരു സാലറി ക്രെഡിറ്റ് കാണിച്ചിരിക്കണം. ഓക്കെ, അല്ലാതെ വെറുതെ നമ്മൾ അപ്ലോഡ് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്, ആ സാലറി ക്രെഡിറ്റും കാര്യങ്ങളും കാണിച്ചിരിക്കണം. ഇനി ലോൺ എമൗണ്ട് നിങ്ങൾക്ക് ഏകദേശം 2 ലക്ഷം രൂപ വരെയാണ് കിട്ടുന്നത്. അവർ 5 പറഞ്ഞിരിക്കുന്നത്, ഞാൻ 2 കുറച്ച് താഴ്ത്തി പറഞ്ഞതാണ്, അത്രയൊന്നും കിട്ടത്തില്ല. 2 ലക്ഷം രൂപ വരെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 100% ഡിജിറ്റൽ പ്രോസസ്സിംഗ് ആണ്. അതേപോലെ തന്നെ വേറൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, വെറും 10 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ തുക ക്രെഡിറ്റ് ആകും. ഇത്രയും ചെറിയ ഡോക്യുമെൻറ്റേഷനിൽ മിനിമം 10 മിനിറ്റ് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് കിട്ടുന്നത്. ഓക്കെ, നിങ്ങളുടെ സ്പെസിഫിക് നീഡ്സ്, നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ലോൺ മേടിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അവർ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ക്വിക്ക് ക്യാഷ്, നോ സ്ട്രെസ്, അപ്ലൈ ഫോർ എ പേഴ്സണൽ ലോൺ ടുഡേ, ഡിസ്ബേഴ്സ്ഡ് ഇൻ 10 മിനിറ്റ്സ്, 100% ഡിജിറ്റൽ പ്രോസസ്, ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ, നോ ക്രെഡിറ്റ് ചെക്സ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് കൈന്നിട്ട് പറയുന്നതല്ല, ഇത് അവർ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അത് ഈ പറയുന്നതല്ലാതെ നിങ്ങളുടെ എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ആരും ഇതുവരെയ്ക്കും പോയതായിട്ട്
കണ്ടുന്നില്ല. കാരണം സമയവും മറ്റു കാര്യങ്ങളും നഷ്ടപ്പെടുത്തി ആരും അങ്ങനെ പോകില്ല. പക്ഷേ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. കാരണം ഇങ്ങനെ പരസ്യം നടത്തിയിട്ട് അത് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിഷമം വരും, നമ്മളെ വഞ്ചിക്കുന്ന രീതിയിലായി പോകും. ഓക്കെ, അവരുടെ എല്ലാ ഒരു അഡ്വർടൈസ്മെൻറ്റിലും എന്താ പറയുന്നത്, താഴെ നോക്കുമ്പോൾ കാണാം നോ ക്രെഡിറ്റ് സ്കോർ ചെക്ക് എന്നാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ദയവീത് വിശ്വസിക്കുക, ഇത് ഞാൻ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല. നമ്മുടെ ഒരു 4-5 സബ്സ്ക്രൈബേഴ്സ് ഇതിൽ നിന്ന് ലോൺ എടുക്കുകയും ചെയ്തുകൊണ്ട് ആ ഒരു എക്സാമ്പിൾ വെച്ച് കൊണ്ടുപോകാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേറെ ഒരു ആപ്ലിക്കേഷൻ ഇല്ല എന്ന് തന്നെ പറയാം. 10 മിനിറ്റ് കൊണ്ട് സിബിൽ സ്കോർ ഇല്ലാത്തവർക്ക്, അതായത് 25,000 രൂപ സാലറി ഉള്ളവർക്ക് നിമിഷ നേരം കൊണ്ട് അപ്രൂവ് ആകുന്ന ഒരു കിടിലം RBI അപ്രൂവ്ഡ് NBFC ആണ്. ഇതിലൊന്നുമില്ല, നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഗാലറിയിൽ സൂക്ഷിക്കുക. അതുപോലെ തന്നെ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും അപ്ലോഡ് ചെയ്ത് സൂക്ഷിക്കുക. അല്ലെങ്കിൽ പിന്നെ നമുക്കിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമുക്ക് ബാക്കിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇത് സിമ്പിളാണ്. നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ കൊടുക്കുക, ഇതിൽ സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല. മൊബൈൽ നമ്പർ ആസ് പെർ ആധാർ അനുസരിച്ചുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക. ഫുൾ നെയിം, ഇമെയിൽ ID, പിൻ കോഡ്, നിങ്ങളുടെ എമൗണ്ട് എത്രയാണോ അതോടെ കൊടുക്കുക. നമുക്ക് ഞാൻ മുമ്പും പറയുന്ന കാര്യമാണ്, 5 ലക്ഷമോ 50 ലക്ഷമോ 5 കോടിയോ 50 കോടിയോ എത്ര വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് എത്രയായിരിക്കും, 1 ലക്ഷം രൂപയിൽ താഴേക്ക് ചിലപ്പോൾ കിട്ടുകയുള്ളൂ. അത് നമ്മളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച്, അത് നമ്മളുടെ എലിജിബിലിറ്റി ബേസ് ചെയ്ത് അവർ തരുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്ത പ്രോഡക്റ്റ് ഡീറ്റെയിൽസാണ് ഇവിടെ കാണുന്നത്. ഈ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്കിവിടെ വായിച്ച് നോക്കാം, ക്ലിയർ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് വേറെ ഒന്നും കാണില്ല. എന്താ പറയുക, നിങ്ങളുടെ ഈ ഒരു ആധാർ കാർഡും പാൻ കാർഡും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും അപ്ലോഡ് ചെയ്യുക. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നിങ്ങളുടെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് മീൻസ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ അഡ്രസ്സ്, ലാൻഡ്മാർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൊടുക്കുന്നത്. പിന്നെ ഒരു മാൻഡേറ്റ് കാണും, അത് നമുക്കറിയാമല്ലോ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പോയാൽ മതി നിങ്ങൾ. അപ്പോൾ നമ്മുടെ മാൻഡേറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് മിക്കുള്ളവർക്ക്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, ഈ ഒരു ചാനലിലുള്ള മിക്ക ആൾക്കാർക്ക് അറിയാം. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. ഡിജി ലോക്കർ വഴി നിങ്ങൾക്ക് മാക്സിമം എന്താ പറയുന്ന ഈ ഒരു മാൻഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിജി ലോക്കർ വഴി ചെയ്ത് പോവുക. അത് വളരെ ക്ലിയർ ആണ്, അതായത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് ദയവ് ചെയ്ത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ എന്താ പറയുന്നത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്കും തീർച്ചയായിട്ടും ഒരു എന്താ പറയുക 100% അത് ഉപയോഗപ്രദമാകും, അതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് ആപ്ലിക്കേഷൻസ് വഴി പേഴ്സണൽ ലോൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ സിബിൽ ഇല്ലാത്തവർക്ക്, നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് ഇത്ര സിബിൽ സ്കോറേ കാണുള്ളൂ, അല്ലെങ്കിൽ സാലറി ഇല്ല, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ സിബിൽ ഏറ്റവും കൂടുതലുള്ളവർക്ക് ഏത് ആപ്പിൽ നിന്നാണ് കിട്ടിയത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്താൽ നമുക്കതൊരു വീഡിയോ രൂപത്തിൽ ചെയ്യാം. അത് നമ്മുടെ മറ്റ് സബ്സ്ക്രൈബേഴ്സിനും 100% യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, നിങ്ങൾ നമ്മുടെ ഒരു ചാനലിൻ്റെ ലിങ്ക്, സെക്കൻഡറി ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് സാലറി ഇല്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, മീൻസ് ഏറ്റവും കൂടുതൽ ലോൺ കിട്ടിയ ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ സിബിൽ ഇല്ലാതെ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് പുതിയ അറിവുകൾ തീർച്ചയായിട്ടും ആ ഒരു ചാനലിൽ കൊടുക്കുന്നതാണ്. നമുക്ക് എല്ലാം ഒന്നും ഈ ഒരു ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അത് ലീഗലി കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ചാനലും കൂടി ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക എല്ലാവരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.